90 വയസ്സുണ്ടായിരുന്നു. അപ്പം മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെയും ഡെയിലി ഒരു 3-4 ലക്ഷം ബൈബിൾ വായിക്കായിരുന്നു. അല്ല, പുതിയ നിയമം പെട്ടെന്ന് എളുപ്പമുള്ള ചോദിക്കുമ്പോൾ തെറ്റി പറഞ്ഞാൽ നാണക്കേടല്ലേ? നാണക്കേടാ. കുഴപ്പമില്ല. ഫസ്റ്റ് റൗണ്ടിൽ തോറ്റുപോയി എന്ന് പറഞ്ഞ് നാളെ നാട്ടിലൂടെ പോകുമ്പോൾ ബൈബിൾ കോളേജിൽ തോറ്റവൻ വരുന്നു എന്നാരും പറയില്ല. അങ്ങനെ ഒരു ഫീല് നമുക്ക് ഉണ്ടാകണ്ട. നമുക്ക് മുന്നോട്ട് പോകാം. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗമാകാൻ ഇതാ ഒരവസരം. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിന്റെ 3 സമയങ്ങളിലായി 3 സൂചനകൾ. ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിക്ക് 1000 രൂപ വിലമതിക്കുന്ന സമ്മാനം. ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ, ഉത്തരങ്ങൾ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9433722726 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം 12. കഴിഞ്ഞ ആഴ്ചയിലെ വിജയി ജെയ്സൺ എബ്രഹാം, കോട്ടയം. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ഞാൻ മനുഷ്യന്മാരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, സകലവും അന്നദാനം നടത്തിയാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മുടെ പ്രവൃത്തിയോടുകൂടെ സ്നേഹം വ്യാപരിക്കണം. എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കലല്ല ബൈബിൾ നൽകുന്ന ആത്മീയതയുടെ സന്ദേശം. ഏതൊരു പ്രവൃത്തിയുടെയും പ്രചോദന ഘടകം അത് അന്തർഭാഗത്തു നിന്നുള്ള സ്നേഹമായിരിക്കണം. എല്ലാ മനുഷ്യരെയും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ തുറന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. എന്താണ് പേര്?
എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് ഡിജോ. ഞാൻ കോട്ടയത്ത് കൈതമറ്റം സ്ഥലത്തായിരുന്നു. ഡിജോ, ഡിജോ. കോട്ടയം കൈതമറ്റത്ത് നിന്ന്. എന്ത് ജോലിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്? ഞാൻ പാറകൻ പോളിമർ പ്രോഡക്റ്റിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തു. ഈ തിരക്കിട്ട ജോലിക്കിടയിൽ ബൈബിൾ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാകുന്നുണ്ടോ? ബൈബിൾ വായിക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും? ബൈബിൾ വായന ഉണ്ട്, ധൈര്യം ഉണ്ട്. മത്സരങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ്. ഞങ്ങളുടെ സെൻട്രലിലൊക്കെ മത്സരിക്കുന്നു. സെൻട്രലിലെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. വിജയിയായിട്ടുമുണ്ട്. സെൻട്രലിലൊക്കെ വിജയിയായിട്ടുണ്ട്. വല്ലാത്തൊരു ടെൻഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഈ ചെയറിൽ ഇരിക്കുന്നൊരു ടെൻഷൻ ഒട്ടുമില്ല. അപ്പൊ ആ ചെയറിൽ ഇരിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാകും. ഒരു ടെൻഷൻ റിലീഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ബൈബിൾ കൂടുതൽ വായിക്കാനുള്ള പ്രചോദനം എന്താണ്? കൂടുതൽ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാനുള്ള? ഞങ്ങളുടെ അമ്മച്ചി 90 വയസ്സുണ്ടായിരുന്നു. അപ്പം മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വരെയും ഡെയിലി ഒരു 3-4 ലക്ഷം ബൈബിൾ വായിക്കായിരുന്നു. അത് അമ്മച്ചി എന്ന് പറയുന്നത് അമ്മ ഫാദറിന്റെ അമ്മ 92ാമത്തെ വയസ്സിലാണ് മരിച്ചേ. അപ്പം മരിക്കുന്നതിന്റെ ഒരു ദിവസം അമ്മ കടന്നുള്ളൂ. അതിന് തലേ ദിവസം 2 ദിവസം മുമ്പ് വരെയും ഡെയിലി ബൈബിൾ വായിച്ചോണ്ടിരിക്കുന്നത്. കണ്ണാടി ഉണ്ടായിരുന്നു, കണ്ണാടി ഇല്ലാതെ തന്നെ വായിച്ചോണ്ടിരിക്കുന്നത്. കണ്ണാടി ഇല്ലാതെ 92ാമത്തെ വയസ്സിൽ ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പം ഞാൻ ബൈബിൾ വായിച്ചെങ്കിൽ എൻ്റെ അടുത്ത തലമുറ ബൈബിൾ വായിക്കും. അപ്പൊ അതിന് നമ്മളാണ് പ്രചോദനം കൊടുക്കേണ്ടത്. അപ്പം വില്ലുമിച്ച് ബൈബിൾ വായിച്ചതാണ് ടിജോ ബ്രദറിനൊരു പ്രോത്സാഹനമായി തീർന്നിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോ എല്ലാ ദിവസവും ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക, ചെറുപ്പത്തിലൂടെ കാണുന്നത്. ഓക്കെ. അപ്പം മത്സരം കാണാറുണ്ടോ? കാണാറുണ്ട്. പങ്കെടുക്കണമെന്ന് താല്പര്യം തോന്നുന്നു. നല്ലൊരു സമ്മാനത്തുക ലഭിക്കുമെന്ന് കരുതുന്നു. പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ലാതെ മത്സരിക്കാൻ വന്നതിന് പ്രത്യേകം ഒരു കൈ തരേണ്ടതാണ്. ഏതായാലും മത്സരത്തിന്റെ നിബന്ധനകളെ കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ്. ആദ്യത്തെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ 1000 രൂപ സമ്മാനം. രണ്ടാമത്തെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ 3000 രൂപയുടെ സേഫ് സോണിലെത്തുന്നു. മൂന്നാമത്തെ റൗണ്ടിന് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ 6000 രൂപയുടെ സേഫ് സോണിൽ. 12ാമത്തെ ചോദ്യം ബമ്പർ ചോദ്യം, 10,000 രൂപയുടെ ചോദ്യം. അതിനുത്തരം നൽകിയാൽ 10,000 രൂപയുമായി മടങ്ങിപ്പോകാം. എവിടെ വരെ എത്തും എന്നൊരു മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഫസ്റ്റ് റൗണ്ട് കടക്കാം എന്നോർത്ത് വന്നതാണ്. ഫസ്റ്റ് റൗണ്ട് കടക്കും. നോക്കാം. നല്ല ആത്മവിശ്വാസത്തോടെ മത്സരിക്കാം. മത്സരത്തിലേക്ക് പോകാം. ഓക്കെ ആണ്. ഒന്നാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം. തന്റെ ശിഷ്യന്മാരിൽ ഒരാളുടെ അമ്മാവി അമ്മയെ യേശു സൗഖ്യമാക്കിയതായി പറയുന്നു. അവർക്കുണ്ടായിരുന്ന രോഗം എന്താണ്? ഓപ്ഷൻ എ ജ്വരം, ഓപ്ഷൻ ബി കുഷ്ഠരോഗം, ഓപ്ഷൻ സി പക്ഷവാതം, ഓപ്ഷൻ ഡി രക്തസ്രവം. ഏതാണ് ഒരു ശിഷ്യന്റെ അമ്മാവി അമ്മയെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്? അത് ഏതാണ് രോഗം? ഓപ്ഷൻ എ ജ്വരം. ഓപ്ഷൻ എ ജ്വരം. ഉത്തരം ഉറപ്പിക്കുകയല്ലേ? ഓപ്ഷൻ എ ജ്വരം ഉറപ്പിക്കുകയാണ്. ആരുടെ അമ്മാവി അമ്മയാണെന്ന് അറിയാമോ? പത്രോസിന്റെ അമ്മാവി അമ്മയാണ്. അപ്പം ആ ഭാഗം വായനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ജ്വരം. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ ജ്വരം ഉത്തരം വളരെ ശരിയാണ്. 500 രൂപ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. മിസ്രൈം ദേശത്തെ ബാധിച്ച അവസാന ബാധ ഏതാണ്? ഓപ്ഷൻ എ വെട്ടുക്കിളി, ഓപ്ഷൻ ബി കൂരിരുട്ട്, ഓപ്ഷൻ സി കടിഞ്ഞൂൽ സംഹാരം, ഓപ്ഷൻ ഡി വെള്ളം രക്തമായത്. ഇതിലേതാണ് മിസ്രൈം ദേശത്ത് ദൈവം അയച്ച ഒടുവിലത്തെ ബാധ? അവസാന ബാധ ഓപ്ഷൻ സി കടിഞ്ഞൂൽ സംഹാരം. ഓപ്ഷൻ സി കടിഞ്ഞൂൽ സംഹാരം ഉറപ്പിക്കാമല്ലോ? ഓപ്ഷൻ സി കടിഞ്ഞൂൽ സംഹാരം ഉത്തരം ഉറപ്പിക്കുകയാണ്. ഏതവസരത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്ന് ഓർക്കുന്നുണ്ടോ? അതായത് ഇസ്രായേൽ ജനത്തെ ഫറവോൻ വിട്ടയക്കാതിരുന്നപ്പോ, വിട്ടയക്കാമെന്ന് പറയും, ഒരു ബാധ വരും, വിട്ടയക്കില്ല. അങ്ങനെ ലാസ്റ്റ് ബാധയാണ് കടിഞ്ഞൂൽ സംഹാരത്തോടെ അവിടുന്ന്
ഞാൻ പുറപ്പെടുകയായിരുന്നു. കടിഞ്ഞൂൽ സംഹാരം നടത്തിയപ്പോൾ ഫറവോൻ എല്ലാവരെയും വിട്ടയക്കുക. അതിലുപരി ആ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, അവിടെയാണ് അവർ പെസഹ കുഞ്ഞാടിനെ അറുത്ത് കയ്യിൽ വടിയും കാലിൽ ചെരുപ്പും അരകെട്ടിയും കൊണ്ട് യാത്ര പുറപ്പെടേണ്ടതിൻ്റെ ഒരുക്കത്തോടുകൂടെ അവർ ഭക്ഷിച്ച് കടന്നുപോയ ഭാഗം കൂടിയാണ്. ദൈവിക ജനത്തിൻ്റെ വിടുതലിൻ്റെ ഒരു വലിയ ഭാഗമാണത്. നമ്മുടെ ഉയർച്ചയ്ക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അതൊരു ഉറപ്പ് കൂടിയാണ് ദൈവം അയച്ചിട്ടുള്ള ആ ബാധകൾ. അപ്പൊ നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി, കടിഞ്ഞൂൽ സംഹാരം ശരിയാണോ? ഓപ്ഷൻ സി, കടിഞ്ഞൂൽ സംഹാരം ഉത്തരം വളരെ ശരിയാണ്. ചോദ്യങ്ങൾക്കൊക്കെ ലളിതമായ ഉത്തരം പറയുന്നുണ്ട്. അപ്പൊ നിശ്ചയമായിട്ടും ബൈബിൾ ക്വിസിലൊക്കെ പങ്കെടുത്ത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പയറ്റി തെളിഞ്ഞൊരു യോദ്ധാവാണ് അല്ലേ? അങ്ങനെയില്ല. മുമ്പിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. ഫെലിസ്തീനെ നേരിടാൻ പോയ ദാവീദിന്റെ കയ്യിൽ ഇല്ലാതിരുന്നത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ കല്ല്, ഓപ്ഷൻ ബി വടി, ഓപ്ഷൻ സി വാൾ, ഓപ്ഷൻ ഡി കവിണ. ഇതിൽ ദാവീദിന്റെ കയ്യിൽ ഇല്ലാതിരുന്നത് ഏതാണ്? ഓപ്ഷൻ സി വാള്. ഓപ്ഷൻ സി വാള് ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി വാൾ ഉത്തരം ഉറപ്പിക്കുന്നു. അപ്പൊ പിന്നെ ഫെലിസ്തീന്റെ തല വെട്ടിയതോ? അത് ഗോലിയാത്തിന്റെ വാളുകൊണ്ട്. ഗോലിയാത്തിന്റെ വാളുകൊണ്ട് തന്നെയാണ് വെട്ടിയത്. ഉറപ്പാണ്. ആ ഭാഗം പ്രസംഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലാതെ വായനയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി വാൾ ഉത്തരം ശരിയാണോ? വാൾ ഉത്തരം വളരെ ശരിയാണ്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് സമ്മാന തുക 900 രൂപയിലെത്തിയിട്ടുണ്ട്. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 1000 രൂപയുടെ സേഫ് സോണിൽ എത്തുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകളാണ് എപ്പിസോഡിന്റെ വിവിധ സമയങ്ങളിൽ നൽകുന്നത്. സൂചന ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉത്തരം നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്കായുള്ള ചോദ്യത്തിന്റെ ആദ്യത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1ാം സൂചന. 5ാം ദിന സൃഷ്ടിയിൽ ഉൾപ്പെട്ട എന്നെക്കുറിച്ച് നല്ലത് മാത്രമല്ല എൻ്റെ ചില വൈകൃത സ്വഭാവങ്ങളും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. മടങ്ങി വരാം. ഇപ്പം മുമ്പിലേക്ക് പോകാം. 1000 രൂപ സമ്മാനമായി കിട്ടും എന്ന് ഉറപ്പിക്കാം. 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ റിലാക്സ് ആയിട്ടുണ്ടല്ലോ. 3 ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. ഓക്കെ, 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. സുവിശേഷങ്ങളിൽ നിരവധി തവണ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ മക്കദോന്യ, ഓപ്ഷൻ ബി ബഥാന്യ, ഓപ്ഷൻ സി ദമസ്കോസ്, ഓപ്ഷൻ ഡി അന്ത്യോക്യ. ഇവയിൽ ഏതാണ് സുവിശേഷങ്ങളിൽ ഫ്രീക്വന്റ് ആയി ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ബഥാന്യ. ഉറപ്പിക്കുകയാണ്, സംശയമില്ല. ഓപ്ഷൻ ബി ബഥാന്യ ഉത്തരം ഉറപ്പിക്കുകയാണ്. ബഥാനിയിൽ അതിന് മാത്രം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ദമസ്കോസും സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിട്ടില്ലേ? ദമസ്കോസ് പൗലോസ് തൊട്ടുള്ള ഭാഗങ്ങളിലാണ് ദമസ്കോസ്. അങ്ങനെ തന്നെയാണ്. അപ്പൊ സുവിശേഷങ്ങളിൽ ദമസ്കോസ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞില്ല. ദമസ്കോസിന്റെ പടിവാതിക്കൽ അവിടെ മുതലാണ് ദമസ്കോസ് എന്നും മനസ്സിലുള്ള ഒരു ധാരണ. ബഥാനിയെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകത? ലാസറിന്റെ ഭവനം ബഥാനിയിലാണ്. മാർത്ത മറിയ ബഥാനിയിലാണ്. ഉയർപ്പ് നടന്നത് ബഥാനിയിലാണ്. യേശു ഏറ്റവും കൂടുതൽ മറ്റൊരിടത്ത് താമസിക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലം അത് ബഥാനിയിലെ ഭവനമാണ്. ആ കാര്യങ്ങൾ കൊണ്ട് ബഥാനിയാണെന്ന് ഉറപ്പിച്ചു. നമുക്ക് ഉത്തരം പരിശോധിക്കാം. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ബഥാന്യ ഉത്തരം ശരിയാണോ? ബഥാന്യ ഉത്തരം വളരെ ശരിയാണ്.
1000 രൂപയുടെ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. ഇനി തോറ്റാലും ജയിച്ചാലും ഒക്കെ വിട്ടുകളെ 1000 രൂപ ഏതായാലും സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ബൈബിൾ വായിക്കുകയും മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ ചോദിക്കുക, സുവിശേഷ വേലയിൽ എന്തെങ്കിലും ഭാഗവാക്കായിട്ടുണ്ടോ? സുവിശേഷ വേലയിൽ അങ്ങനെ ഭാഗവാക്കാകാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? സുവിശേഷ ഞാൻ സൺഡേ സ്കൂൾ പിള്ളേരെ പഠിക്കുന്നുണ്ട്. സൺഡേ സ്കൂൾ ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ബൈബിൾ ജ്ഞാനം ഉണ്ട്. ചെറിയ ക്ലാസ്സിൽ പിള്ളേരെ പഠിച്ചു. ചെറിയ ക്ലാസ്സിൽ എത്ര ക്ലാസ്സില്? 4ാം ക്ലാസ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾ. 4ാം ക്ലാസ്സിലെ അധ്യായങ്ങൾ ഏതൊക്കെയാണ്? സൺഡേ സ്കൂളാണ്. ഒരു വരുന്ന പഠന ഭാഗം പഴയ നിയമമാണോ പുതിയ നിയമം? പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അത്ഭുതങ്ങളും ഭാഗങ്ങളും ഒക്കെ വരുന്നിടത്താണ്. കഴിഞ്ഞ 3 വർഷം ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്നില്ല, ഹെഡ് മാസ്റ്റർ ആയിരുന്നു സൺഡേ സ്കൂളിന്റെ. 3 വർഷം സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ. അപ്പൊ ഇതിനു മുമ്പ് വലിയ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, തുടക്കപ്പോഴും ചെറിയ ക്ലാസ്സിലായിരുന്നു. ആദ്യം 1ാം ക്ലാസ്സിലായിരുന്നു. 1ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ കളരിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പൊ അതുകൊണ്ടുകൂടെ ബൈബിൾ വായിക്കുന്നുണ്ട്, ഒപ്പം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് സുവിശേഷ വേലയിൽ ചെയ്യുന്ന ഈ തിരക്കിട്ട ജോലിക്കിടയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും സഭയ്ക്ക് വേണ്ടി അങ്ങനെ നിൽക്കുന്നതും സുവിശേഷ വേലയിൽ നമ്മൾ കൊടുക്കുന്നൊരു നിശ്ചയമായിട്ട് നമ്മൾ കൊടുക്കുന്നൊരു എഫേർട്ടാണ്. നമ്മൾ നല്ലവണ്ണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ് അവർക്കൊരു മാർഗദീപം ആകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ടെൻഷൻ വിട്ടു മാറിയിട്ടില്ല. ടെൻഷൻ കിട്ടില്ല. സേഫ് സോൺ ആയല്ലോ. സേഫ് സോൺ ആയല്ലോ. പോകും ഒരു അപമാന ഭീതി അല്ലേ? അങ്ങനെ എന്തിനു ഭയപ്പെടുന്നു? അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ പോയാൽ പോട്ടെ. ഇതിലും വലിയ എത്രയോ പ്രതിസന്ധികളെ നമ്മൾ മറികടന്നിരിക്കുന്നു. ബൈബിൾ ബ്രെയിൻസിന്റെ ഫസ്റ്റ് റൗണ്ടിൽ തോറ്റുപോയി എന്ന് പറഞ്ഞ് നാളെ നാട്ടിലൂടെ പോകുമ്പോൾ ബൈബിൾ ബ്രെയിൻസിൽ തോറ്റവൻ വരുന്നു എന്നാരും പറയില്ല. അങ്ങനെ ഒരു ഭീതി നമുക്ക് ഉണ്ടാകണ്ട. നമുക്ക് മുന്നോട്ട് പോകാം. 2ാമത്തെ റൗണ്ടിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത, എവിടെ വേണമെങ്കിലും മത്സരം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അവസാനിക്കുമ്പോൾ ഏത് തുകയിൽ നിൽക്കുന്നോ ആ തുകയുമായിട്ട് മടങ്ങിപ്പോകാം. ഏതെങ്കിലും ചോദ്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ അവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ റൗണ്ടിലെ ഒരു പ്രത്യേകത, പഴയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വേണമോ പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വേണമോ എന്ന് മത്സരാർത്ഥിക്ക് തീരുമാനിക്കാം. എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വേണ്ടത്? പഴയ നിയമം. ഉറപ്പിച്ച്. ഞാൻ പുതിയ നിയമം ഒന്നും കേട്ടില്ല. പഴയ നിയമത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കുറച്ചുകൂടെ. അല്ല, പുതിയ നിയമം പെട്ടെന്ന് എളുപ്പമുള്ള ചോദിക്കുമ്പോൾ തെറ്റി പറഞ്ഞ നാണക്കേടല്ലേ? നാണക്കേടാ. കട്ടിയായിട്ടുള്ളത് ചോദിക്കുമ്പോൾ തെറ്റി പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. എളുപ്പമുള്ളത് ചോദിക്കുമ്പോൾ തെറ്റിയാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ധൈര്യം ഞാൻ ഏതായാലും സമ്മതിച്ചു. അപ്പൊ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 2ാമത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം, സാറയുടെ മരണശേഷം അബ്രഹാമിന് ഭാര്യയായിരുന്നത് ആര്? ഓപ്ഷൻ എ ഹാഗാർ, ഓപ്ഷൻ ബി കെതൂറ, ഓപ്ഷൻ സി താമാർ, ഓപ്ഷൻ ഡി മഹലത്ത്. ഇവരിലാരാണ് സാറയ്ക്ക് ശേഷം അബ്രഹാമിന്റെ ഭാര്യയായിരുന്നത്? ഓപ്ഷൻ ബി കെതൂറ. ഉറപ്പിക്കുകയാണ്? സംശയമൊന്നുമില്ല. ഓപ്ഷൻ ബി കെതൂറ. ഉത്തരം ഉറപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് സാറയ്ക്ക് ശേഷം അബ്രഹാമിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നത് കൂടെ അറിയാത്ത ആളുകളും ഉണ്ട്. അതിനെക്കുറിച്ച് പെട്ടെന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പൊ ചില ആളുകൾ അത് അറിയത്തില്ലായിരുന്നു എന്ന് ഞാൻ നേരത്തെ ഒരാളോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, മറ്റുള്ളവരുടെ ഭാര്യമാരെ കുറിച്ച് ഞാൻ അന്വേഷിക്കാറില്ല എന്നാണ് എന്നോട് പറഞ്ഞ മറുപടി. ഏതായാലും ഇത് കാര്യം പഠിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഹാഗാർ അബ്രഹാമിന്റെ ഭാര്യ ദാസിയായിരുന്നു. താമാറിനെ കുറിച്ച് അറിയാമോ? അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. യഹൂദയുടെ മകന്റെ ഭാര്യയായിരുന്നു താമാർ. പിന്നീട് യഹൂദയിൽ കൂടെ ഗർഭം ധരിച്ച് ഈ ഗോത്രത്തിലേക്ക് ഒരു വഴിത്തിരിവുണ്ടാക്കിയ സ്ത്രീയാണ് താമാർ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ പെട്ട ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളാണ് താമാർ. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് പരിശോധിക്കാം. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി കെതൂറ. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി കെതൂറ ഉത്തരം വളരെ ശരിയാണ്. 1000 നിന്ന് 1500 എത്തിയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. 1500 രൂപയായിട്ട് മടങ്ങിപ്പോകാം. അപ്പോൾ മുമ്പിലേക്ക് നമുക്ക് പോകാം. ആ ചോദ്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാം. 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം,
മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നത് ആര്? ഓപ്ഷൻ എ നീതിമാൻ, ഓപ്ഷൻ ബി വിവേകമുള്ളവൻ, ഓപ്ഷൻ സി ബുദ്ധിമാൻ, ഓപ്ഷൻ ഡി ഗുണവാൻ. ഇതിലാരാണ് മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നത്? നീതിമാൻ. അല്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. സമയം ഉണ്ട് മുൻപിൽ, സെക്കൻഡുകൾ അവസാനിക്കുന്നു. ആരാണ് അത് ചെയ്യുന്നത്? നീതിമാനെ കുറിച്ച് പരക്കെയുള്ള ആക്ഷേപം, നീതിമാൻ മക്കൾക്ക് വേണ്ടി ഒന്നും വെക്കില്ല എന്നുള്ളതാ. നീതിയായിട്ട് ജീവിക്കുന്നുണ്ടൊന്നും കാണില്ലല്ലോ. ഞാൻ തെറ്റിക്കുകയല്ല കേട്ടോ, നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരമാണ് നിങ്ങൾ പറയേണ്ടത്. ആലോചിക്കാം. ബുദ്ധിമാൻ അല്പം കൂടെ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യും. ഗുണവാൻ ഗുണമുള്ളവനാണ്. വിവേകമുള്ളവനും അത്യാവശ്യം ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നയാളാണ്. ആലോചിച്ചൊരു ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ സി ബുദ്ധിമാൻ. ഓപ്ഷൻ സി ബുദ്ധിമാൻ ഉറപ്പിക്കുകയാണ്. ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിലും കുഴപ്പമില്ല. ഓപ്ഷൻ സി ബുദ്ധിമാൻ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഗുണവാന് വേണമെങ്കിൽ കരുതി വെക്കാം മക്കൾക്ക് വേണ്ടി. വിവേകമുള്ളവനും കരുതി വെക്കാം. നമുക്ക് വിവേകം ഉണ്ടാകുമ്പോഴാണല്ലോ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതുന്നത്. ഇത് തോന്നുന്നു. ബുദ്ധിമാനോ നീതിമാനോ? ബുദ്ധിമാൻ അല്ലെങ്കിൽ നീതിമാൻ, ഒന്നുകിൽ ബുദ്ധിമാൻ അല്ലെങ്കിൽ നീതിമാൻ. നീതിമാൻ അവകാശവുമായി ബന്ധപ്പെട്ട് നീതിമാനും ഉണ്ടല്ലേ. മക്കളുടെ മക്കൾക്ക് അവകാശം നീതിമാൻ വെക്കാൻ സാധ്യതയുണ്ട്. നീതിമാൻ ആദ്യം പറഞ്ഞിരുന്നു, പിന്നെ മാറിയത് തിരുത്തണോ? നീതിമാൻ ആദ്യം പറഞ്ഞതുകൊണ്ട് തിരുത്തണോ? വേണ്ട, ബുദ്ധിമാനിൽ തന്നെ ഉറപ്പിക്കുകയാണ്, പിന്മാറുന്നില്ല. ബുദ്ധിമാനിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ബുദ്ധിമാൻ. ഉത്തരം ശരിയാണോ? ഉത്തരം ഗുണവാനാണ് മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നത്. ആ ചോദ്യത്തിനകത്ത് ഒരു ആശങ്കയുണ്ടായി. നീതിമാൻ എന്ന് ചിന്തിച്ചു, ബുദ്ധിമാൻ എന്ന് ചിന്തിച്ചു. ഉള്ള ആളുകളും ഗുണം ചെയ്യാറുണ്ട്. ഇപ്പം പ്രേക്ഷകരോട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ സൂചന നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന: ഇസ്രായേൽ മക്കളോട് ഭക്ഷിക്കരുതെന്ന് ദൈവം കൽപ്പന കൊടുത്തവയുടെ കൂട്ടത്തിലാണ് എൻ്റെ സ്ഥാനം. എങ്കിലും യഹോവയിൽ ആശ്രയിക്കുന്നവരെ ഉപമിക്കാൻ പ്രവാചകൻ എന്നെ തിരഞ്ഞെടുത്തു. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. അതെന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് നീതിമാനും ബുദ്ധിമാനുമേ മനസ്സിൽ വന്നുള്ളൂ? ഗുണവാൻ എനിക്ക് തോന്നുന്നു സദർശ്യവാക്യത്തിലെ പ്രധാനപ്പെട്ട വാക്യമാണ് തോന്നുന്നു. നീതിമാൻ ചാടി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഒന്ന് വേഗത്തിൽ ഇടപെട്ടൊന്ന് തിരുത്താൻ പരിശ്രമിച്ചത്, മുന്നോട്ട് പോകാൻ ഒന്ന് പരിശ്രമിച്ചത്. പക്ഷെ ആ ഉത്തരം ബുദ്ധിയിലേക്ക് വന്നു. വീണ്ടും ഇടയ്ക്ക് ഞാൻ ഇടപെട്ടിരുന്നു. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തിരുത്തി മുൻപിലേക്ക് വരാമായിരുന്നു. മുമ്പിലേക്ക് ആ വാക്യത്തെക്കുറിച്ച് നീതിമാനാണ് മിക്കവാറും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഏതായാലും ടിജോ ബ്രദർ ഈ തിരക്കിട്ട ജോലിക്കിടയിലാണ് വന്ന് സമയം കണ്ടെത്തി മത്സരിച്ചു. പ്രത്യേകിച്ച് സഭയുടെ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു മനസ്സുള്ള ആളാണ്. അത് നിശ്ചയമായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജോലി മേഖലയെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. എന്തു തോന്നുന്നു ഇതിനകത്ത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് തോന്നുന്നത് കുഞ്ഞു പിള്ളേർ വരുമ്പം വിശുദ്ധ കൂടുതൽ ഞങ്ങളുടെ ചർച്ചയിലെ പിള്ളേർ വരുവാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ റൗണ്ട് അവർ കവർ ചെയ്യും. കൊച്ചു പിള്ളേർ ഇതിനേക്കാളും കൂടുതൽ റൗണ്ട് കവർ ചെയ്യും, പ്രായമുള്ളവരെക്കാളും കവർ ചെയ്യും എന്നാണ് ചിന്തിക്കുന്നത് അല്ലേ? ഇപ്പം അത്രയും ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് അത്ര ലാഘവമുള്ള അല്ലെ? തമാശയായിട്ട് ചോദിച്ചതാണ്. നമുക്ക് വളരെ ലളിതമായ ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് സദൃശ്യവാക്യമൊക്കെ നമ്മൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാം റൗണ്ടിൽ നിന്ന് മുമ്പിലേക്ക് പോയേനെ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടായേനെ. ഏതായാലും മുമ്പിലേക്ക് പോകുമ്പോൾ ഇനി എന്താണ് ജീവിതത്തിനകത്ത് സുവിശേഷ വേലയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം? പഠിപ്പിക്കും. അതിൽ അങ്ങനൊരു ഭാഗവാക്കാകും. ഇനി വീട്ടിൽ ആരൊക്കെയാണ് മറ്റു സഹോദരങ്ങളുള്ളത്? 2 ചേച്ചിമാരാണ്.
അവരുടെ വിവാഹം കഴിഞ്ഞു. 2 ചേച്ചിമാരുടെ വിവാഹം കഴിഞ്ഞു. അവരെല്ലാം കുടുംബസ്ഥരായി നന്നായി പോകുന്നു. വീട്ടിൽ എല്ലാവരും സമാധാനമായിട്ട് തന്നെ കഴിയുക. ഇതിനിടയിൽ പ്രേക്ഷകരെ, നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3ാമത്തെ സൂചന കൂടെ താഴെ നൽകുകയാണ്. ഇതാണ് നിങ്ങൾക്കുള്ള 3ാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന. ഉയരത്തിൽ കൂട് വയ്ക്കുന്നതിനാൽ തന്നെ വളരെ ദൂരെ നിന്ന് ഇരയെ കണ്ടെത്താൻ എനിക്ക് സാധിക്കും. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ബൈബിൾ ബ്രെയിൻസ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 8 മണിക്ക് നിങ്ങളുടെ ഗുഡ് ന്യൂസ് ലൈവിൽ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9447372726 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിൻ്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിൻ്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഏതായാലും ടിജോ ബ്രദർ കാണിച്ചൊരു ധൈര്യം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഇവിടെ ഇരിക്കുമ്പോൾ വരുമ്പോൾ ഒരു ചെറിയ, ഞാനിവിടെ ഇരിക്കുന്നുണ്ട് ഷിവർ ചെയ്യാത്ത ആ സീറ്റിലിരുന്ന് എനിക്കും ബുദ്ധിമുട്ടുണ്ടാകും. പെട്ടെന്ന് ഞാൻ പല ആളുകൾ വന്ന് കടന്നു പോകുന്നത് കൊണ്ട് നമുക്കൊരു ഭയമുണ്ടാകും. എങ്കിലും ആ ഒരു ധൈര്യം സംഭരിച്ച് ഉത്തരങ്ങൾ വളരെ നല്ല രീതിയിൽ പങ്കുവച്ചു. ദൈവം ഇനി ഒരുപാട് കോൺടെസ്റ്റുകൾ പങ്കെടുക്കാനും സമ്മാനത്തിന് അർഹനാകാനും സഹായിക്കട്ടെ. വെറുതെ അല്ല മടങ്ങി പോകുന്നത്. 1000 രൂപ നിശ്ചയമായ ഒരു സമ്മാനം ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, നല്ലൊരു സമ്മാനത്തുകയുമായിട്ട് മടങ്ങിപ്പോകുന്നത്. ദൈവം സഹായിക്കട്ടെ. എല്ലാ പ്രാർത്ഥനയും ഭാവങ്ങളും നേരുന്നു. ടിജോ ബ്രദറിനോടൊപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.